ഇസ്രായേൽ സംബന്ധമായ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വന്നിട്ട ചില ഞരമ്പ് രോഗികൾ, പ്രത്യേക വർഗ്ഗക്കാർ, പ്രത്യേക ഇഷ്ടക്കാർ, ഇസ്രായേൽ നശിച്ച് മുടിഞ്ഞ് പണ്ടറ ഉണ്ടാകണം പട്ടി. ഞാനിവിടെ കുറയ്ക്കുന്നത് കണ്ടിട്ടില്ല. കുറേ നേരം എനിക്കിവിടെ ചില കുറയ്ക്കുന്ന പട്ടികളോട് മറുപടി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഇസ്രായേലില് കെയർടേക്കർ ജോബിൽ പോയ, വിസയിൽ പോയ സഹോദരിയുടെ അതിദാരുണമായ ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ വിഷ്വലിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആ സഹോദരി ഇപ്പോൾ ജയിലിലുമാണ്. കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആ സഹോദരിയെ ഇസ്രായേൽ മിലിറ്ററി ജയിലിലടക്കുകയാണ് ഉണ്ടായത്. എന്തെന്നാൽ ആ ഇദ്ദേഹത്തിന്റെ വീഡിയോ, പീഡിപ്പിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ സഹോദരി ജയിലിലടക്കുന്നത്. എൻ്റെ അറിവിൽ ഇത്രയും വർഗത്തുകെട്ട ഒരു 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 യഹൂദനുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേൽ ആണോ എന്ന് പോലും സംശയമാണ്. പിന്നെ ഇവനെ പോലുള്ളവർ ഇത് ഇസ്രായേലിൻ്റെ തലയിൽ അടിച്ചു വെക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ജൂതവിരോധം. ഇവൻ സത്യത്തിൽ ജൂതനെ പറ്റി കാശുണ്ടാക്കുന്നവനാണ്. എന്നിട്ട് ബാക്കപ്പ് മ്യൂസിക് ഇട്ടിട്ട് ഈ സഹോദരിക്ക് വേണ്ടി ഈ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇവൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവന് ഇസ്രായേലാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സുഖം, ഒരു ക്രിമികടി, മനസ്സിലായോ? ഒരു രോമാഞ്ചം. ഇത് ഇസ്രായേൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇസ്രായേലിനെ എങ്ങനെയും ഒന്ന് നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വർഗത്തിൻ്റെ ഒരാൾ മാത്രമാണിത്. ഇവൻ ആത്മാർത്ഥ സ്നേഹം ഉണ്ടാകും തോന്നുന്നുണ്ട്. ഇവൻ്റെ വർഗത്തോട് മാത്രമേ സ്നേഹമുള്ളൂ, മറ്റൊരു വർഗത്തോട് സ്നേഹമില്ലാത്തവനാണ് ഇവൻ. ബാക്കപ്പ് മ്യൂസിക് ഇട്ടിട്ട് ഇവൻ പറയുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ പറയാൻ നമുക്കറിയാം. അല്ലയോ സഹോദര, കുവൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? സൗദിയിൽ എന്താണ് സംഭവിക്കുന്നത്? ആട് ജീവിതമുണ്ടായത് ഇസ്രയേലിലല്ലോ. ആട് ജീവിതമുണ്ടായത് എവിടെയാണെന്ന് നീ പോയി നോക്കടാ. എടാ, ഒരു പുരുഷന് അവൻ്റെ ദയനീയാവസ്ഥയിൽ ജീവിക്കേണ്ടി വന്ന ഒരു സിനിമയുണ്ട്, ആടുജീവിതം, ബെന്യാമിൻ്റെ. അതൊരു പുരുഷനെ സംഭവിച്ച അവിടെ നീ പ്രാർത്ഥിക്ക് പോയി, അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള വിഭാഗമുണ്ട് ഒരുപാട് പേര് കുവൈറ്റിലും ബാക്കിയുള്ള നിങ്ങളുടെ വർഗ്ഗക്കാരുടെ, ഞമ്മേൻ്റെ വർഗ്ഗത്തിലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്ത് പീഡ അനുഭവിക്കുന്നവരുണ്ട്. അതിൻ്റെ 100-1 ഇസ്രായേലിലില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കൃത്യമായ സോഷ്യൽ വർക്കർ സംവിധാനം, ഏജൻസി സംവിധാനം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്ത സ്വദേശിക്കും വിദേശിക്കും ഒരേപോലെ നിയമ സംവിധാനമുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലുള്ള ഊളകൾ വന്നിട്ട് ബാക്കപ്പ് മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ ഇതിനെക്കാട്ടിൽ നല്ല രീതിയിൽ പറയുവാനറിയാവുന്നവർ ഉണ്ടടാവേ കേട്ടോ. പിന്നെ അവൻ്റെ പേര് കാണുമ്പം തന്നെ മനസ്സിലാക്കുക ഇവൻ എത്രത്തോളം ഒരു പേഷ്യൻറ്റിൻ്റെ വീഡിയോ എടുക്കാൻ അവരുടെ അനുവാദമില്ലാതെ, ഫാമിലിയുടെ അനുവാദമില്ലാതെ വീഡിയോ എടുക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെ കാര്യങ്ങളുണ്ടായാൽ അതിനറിയിക്കേണ്ടവരെ അറിയിച്ചാൽ ആരും കടിച്ചു പിടിച്ച് ഒരു പണിയും ഇസ്രായേൽ എടുപ്പിക്കത്തില്ല. നീ ഇന്ന പണിയും എടുക്കാവൂ എന്ന് കടിച്ചു പിടിച്ച്, പാസ്പോർട്ടൊക്കെ നേരത്തെ പിടിച്ച്, നിങ്ങളുടെയൊക്കെ ഞമ്മേൻ്റെ വർഗ്ഗക്കാർ ജോലി ചെയ്യുന്നിടത്ത് പാസ്പോർട്ടും ബാക്കിയുള്ളതെല്ലാം പിടിച്ചു വെക്കും. എന്നിട്ട് ജോലി എടുപ്പിക്കും, വീട്ടിലോട്ടും വിടത്തില്ല, ഭക്ഷണവും കൊടുക്കത്തില്ല. എത്രയോ പേര് കുവൈറ്റിൽ നിന്നൊക്കെ എത്രയോ പേര് വിളിക്കുന്നുണ്ടെന്നറിയാമോ? ഇസ്രായേലിലേക്ക് എങ്ങനെയാണ് വന്നാൽ മതി കേട്ടാന്ന്. എന്നിട്ട് കൊടുക്കുന്നതോ 60,000 കുണുവൈ, മനസ്സിലായോ? എന്നിട്ട് നീയൊക്കെ പറഞ്ഞാൽ മതി ജൂതൻ്റെ കുണ്ടി കഴുകാൻ വേണ്ടി പോയാന്ന്. കുണ്ടിയോടൊക്കെ എന്തൊരു അവഗണനയാടാവേ. നിങ്ങളുടെ കുണ്ടിയിൽ നിന്ന് ഈ ഗോൾഡ് വരുന്നതുകൊണ്ടാണോ? മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി മനുഷ്യ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ അത് ഏത് രാജ്യം, എവിടെ, എങ്ങനെ സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞ് ചെയ്യുക. കേട്ടോടാ നാറി. ഈ കെയർ ഗീവർ സംബന്ധമായ വീഡിയോ ഇടുമ്പോഴൊക്കെ വരുന്ന 2-3 അരോചകമായ 2-3 കമൻസിൻ്റെ റിപ്ലൈ ഒത്തിരി ആലോചിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. കാര്യം മടുത്ത് കണ്ട്. ഒന്ന്, ജൂതൻ്റെ കുണ്ടി കഴുകാനാണ് വന്നത്. ഇടുന്നവരാരാ? ഈ കുണ്ടിയും വണ്ടിയൊന്നും ഇല്ലാത്തവരായിരിക്കും. പച്ചയ്ക്ക് പറയാൻ കാര്യം, എല്ലാ ദിവസവും രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഒരു ദിവസമെങ്കിലും ഇവന്മാർ പോകുന്ന സ്ഥലമാണ് ഈ കക്കൂസ് എന്ന് പറയുന്ന സ്ഥലം, അല്ലേ? കക്കൂസിൽ പോകാത്തവന്മാരാണ് ഈ കമൻറ്റ് ഇട്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ദിവസവും കുണ്ടി കഴുകുന്നവന്മാരാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ പറയണം. പിന്നെ ചിലവന്മാരുണ്ട് ഈ കുണ്ടിയും മറ്റേതൊക്കെ ഉപയോഗിക്കുന്നത് ഈ എയർപോർട്ട് വഴി സ്വർണം കടത്താൻ വേണ്ടി മാത്രമാണ്, മലദ്വാർ, മനസ്സിലായോ? അങ്ങനെയുള്ളവരാണ് ഇങ്ങനത്തെ കമൻറ്റ് ഇടുന്നത്. അതായത് ജൂതൻ്റെ കുണ്ടി കഴുകാൻ പോകുന്നത്. ഏത് വർഗ്ഗമാണെന്ന് ഇനി പറയണ്ടല്ലോ. ഇസ്രായേൽ വിരുദ്ധത തലയ്ക്ക് പിടിച്ച് ജൂതനെ കണ്ടാൽ കൊന്നു കളയണം, ജൂതൻ്റെ സാമാനങ്ങൾ കഴിക്കാൻ പാടില്ല, ജൂതൻ്റെ ഈത്തപ്പഴവും ജ്യൂസും, ജ്യൂസിനകത്ത് ജ്യൂസ് ഉള്ളതുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന താരങ്ങളാണ് ഈ വന്ന് കമൻറ്റ് ഇടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിലു നൈസ് എന്ന് പറയുന്ന ഒരാൾ ഇസ്രായേലിലേക്ക് ഏജൻറ്റുമാരെല്ലാം ഇവിടെ വരുന്ന സാധാരണ ആൾക്കാരെ കടന്ന് കൊടുത്ത് മറ്റേതൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ജോലി മേടിക്കുന്നതെന്ന്. ഈ ഇടുന്നവന്മാരെ തന്തയ്ക്കുന്നുള്ളയും
പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ്. ഒന്നെങ്കിൽ ഇവൻ കണ്ടിട്ടുണ്ടാവും ഇവൻ്റെ തള്ള പോയി വേറെ ഒരാൾക്ക് കിടന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ തന്ത വേറൊരുത്തനുമായിട്ട് അവരാധിക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ടാവും ചെറുപ്പം തൊട്ട്, അല്ലെങ്കിൽ അതായിരിക്കും അവരെ പഠിപ്പിക്കുന്നത്. ഇത് വെച്ചിട്ട് ഈ മഞ്ഞ വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം മഞ്ഞയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ജരാനര ബാധിച്ച മക്കളാണ് ഇവന്ന് കമൻ്റ് ഇടുന്നത്. ഒരു കെയർ ഗിവർ ആവുമെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, മനസ്സിലായോ? വിശ്വസിച്ചൊരു വീട് ഏൽപ്പിക്കണം ഒരു കെയർ ഗിവറിനെ. നിന്നെയൊക്കെ ഏൽപ്പിക്കാൻ പറ്റുമോ? നിന്നെയൊക്കെ ഒരു വീട് ഏൽപ്പിച്ചാൽ നീയൊക്കെ നാളുകളിൽ പറയും, പിൽക്കാലങ്ങളിൽ പഴയ കാലം തൊട്ട് ഞങ്ങളുടെ കാരണന്മാർ താമസിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങളുടെയാന്ന് പറഞ്ഞ് നിങ്ങൾ വക്കഫിൽ എഴുതിയെടുക്കത്തില്ലേ? അതുകൊണ്ട് നിന്നെയൊക്കെ ഒരു വിശ്വസിച്ചൊരു വീട് ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരു ഇമയെ അല്ലെങ്കിൽ ഒരു ആവെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരു അടുക്കളക്കാരി ഏൽപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നിന്നെ ഒന്നും ഇങ്ങോട്ട് കയറ്റാത്തത്. നമ്മളല്ല കയറ്റാത്തത്, ഇസ്രായേൽ കയറ്റാത്തത്. പക്ഷേ ഇസ്രായേലിലേക്ക് ജോലിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മുസ്ലിംസ് ഉണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കും കൂടെ നീയൊക്കെ കാരണം ശാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഈ ഗാസ ചെയ്തേക്കുന്ന പോലെ. ഗാസയിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് ഗാസയിലെ ഹമാസുകാരെ വേണ്ട. ഇസ്രായേൽ പട്ടാളത്തെയും ഇസ്രായേലിലെ സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിനെയൊക്കെ കെട്ടിപ്പിടിച്ച് മുമ്പ് നിങ്ങൾ എനിക്ക് ജലം തന്നു, വെള്ളം തന്നു, ജോലി തന്നു, ഉപജീവനം തന്നു, ഇതേ ഗാസയിലെ ഈ നാറികൾ കാരണം, ഹമാസ് കാരണം ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വീഡിയോ വരെ പുറത്ത് വന്നിട്ടുള്ളത്. ഇത് എടുത്തു പറയാൻ കാര്യം, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല ഈ കെയർ ഗിവർ ജോബി എന്ന് പറയുന്നത്. വിശ്വസിച്ചൊരു വീട് ഏൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരു അപ്പച്ചനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല, അമ്മച്ചിയെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ പരിചരണം എന്ന് പറയുന്നത്, കെയറിങ് എന്ന് പറയുന്നത്, ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ഇവിടെ കയറി വരുന്ന കെയർ ഗിവേഴ്സിനെ ആണ് നിന്നെപ്പോലെയുള്ള നാറികൾ വന്ന് ഊളക്കമൻ്റ് ഇടുന്നത്. ഇത് ഞാനെങ്കിലും വന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് പ്രതികരിച്ചത് എനിക്ക് വൺ മാൻ ഷോ കളിക്കാനൊന്നുമല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഒരുപാട് പ്രതികരിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു ഏജൻ്റാണ്, മനസ്സിലായോ? നമ്മൾ മാന്യമായ രീതിയിൽ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവരുടെ ഫാമിലിയായിട്ടൊരു ബന്ധം വെച്ച് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് ട്രെയിനിങ്ങിന് വിട്ട് ഇവിടെ വന്നതിന് ശേഷം ജോലിക്ക് കയറ്റി ബാക്കിയുള്ള കാര്യങ്ങളും നിയമം അതിൻ്റെ സാധ്യതയിൽ കേട്ടോ. പിന്നെ ഇസ്രായേലിനെ കുറിച്ച് ഒരു കാര്യം പറയും, ഇവിടെ സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ജോലിയും ആ സാധ്യതകളും നിയമങ്ങളും എല്ലാം ഇവിടുത്തെ ജനിച്ച് വളർന്ന ഒരു കുട്ടിക്കുള്ള പോലെ തന്നെ ഇവിടെ വരുന്നവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കിടന്നു കൊടുക്കേണ്ട കാര്യമില്ല. സമർപ്പണ ബോധ്യവും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ ആർക്കും ഒരു കെയർ ഗിവർ ആവാം. അതുകൊണ്ട് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കിട്ടിയ ഇങ്ങനത്തെ ഊമ്പിയ വിദ്യാഭ്യാസം കൊണ്ട് മറ്റുള്ളവൻ്റെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്ന് ഓഞ്ഞ കമൻ്റ് ഇടാൻ നിൽക്കരുത്. പിന്നുള്ളത് യഹൂദരുടെ സാമാനം ഉപയോഗിക്കരുത്, ഈത്തപ്പഴം ഉപയോഗിക്കരുത്, മറ്റേത് ഉപയോഗിക്കരുത്, മാട ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങളുടെ തലമുറയ്ക്ക് കുട്ടികൾക്ക് നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് നല്ല രാജ്യങ്ങളാണോ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് മേടിച്ചു കൊടുക്കുക. അതിനകത്ത് പ്രോട്ടീനുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കി മേടിച്ചു കൊടുക്കുക. അല്ലാതെ ഒരു രാജ്യത്തെ സാമാനം മേടിച്ച് ഉപയോഗിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ച 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊണ്ടല്ല ഇസ്രായേൽ യുദ്ധം നടത്തുന്നത്, മനസ്സിലായോ? നിങ്ങൾ അട്ടപടലം ഈത്തപ്പഴം തിന്നില്ലേലും ഇസ്രായേലിൻ്റെ ഉപജീവനത്തിനും അതിജീവനത്തിനും വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും വിട്. ജ്യൂസ് കുടിച്ചാൽ ജ്യൂസ് ഉണ്ടാക്കുന്ന സാധനമായതുകൊണ്ട് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞ ടീമുകളല്ല നിങ്ങൾ. അതുകൊണ്ട് ഈ പ്രത്യേക കമൻറ്റുകളെല്ലാം ഇടുന്നത് ഒരു വിഭാഗക്കാരാണ്. അത് എടുത്തു പറയാൻ കാര്യം കമൻറ്റുകളുടെ പോക്ക് കാണും പറയും. പിന്നീടുള്ളത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു അപ്പച്ചനെ ഷേവ് ചെയ്യുന്ന, കുളിപ്പിക്കുന്ന, ട്രീറ്റ് ചെയ്യുന്ന ഒരിടത്ത് അത് ഇസ്രായേലാണ് സംഭവിച്ചത്. ബാക്കപ്പ് മ്യൂസിക്കൊക്കെ ഇട്ടാണ്. അല്ലയോ സഹോദരങ്ങളെ, ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആ പെൺകുട്ടി ഇസ്രായേൽ ജയിലിലാണ്, അപ്പച്ചനിങ്ങനെ കാണിച്ചത് കൊണ്ട് ഇസ്രായേൽ ഇങ്ങനെയാണ്. അത് ഇസ്രായേലാന്ന് ആരാ നിൻ്റെ അടുത്ത് പറഞ്ഞു? അത് ഇസ്രായേലാക്കണം എന്നത് നിങ്ങളുടെ അജണ്ടയായിരിക്കും, മനസ്സിലായോ മക്കളെ? കുവൈറ്റിലും മുസ്ലിം കൺട്രീസൊക്കെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥകളും ദുരവസ്ഥകളുമൊക്കെ ഒരുപാട് നമുക്കറിയാം. കുവൈറ്റിലൊക്കെ കെയർ ഗിവർ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയും ഇസ്രയേലിൽ കെയർ ഗിവർ ജോലി ചെയ്യുന്നവരുടെ ആ ഒരു സാഹചര്യങ്ങളും സവിശേഷതകളും പോസിറ്റിവിറ്റിയും അത് ഉറുമ്പും ആനയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ശമ്പളവും ഇൻഷുറൻസും ബോണസും, ഒരു പേഷ്യൻ്റ് മരിച്ചാൽ ഡെത്ത് മണിയും, നിർത്തിപ്പോയാൽ എയർപോർട്ടിൽ നിന്ന് ഡോളറും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള പാക്കേജ്, ഫുഡ്, അക്കോമഡേഷൻ. യുദ്ധം വന്നിട്ട് ഒരു നേരം ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല, മനസ്സിലായോ? സൗദിയിലോട്ട് ഉപജീവനത്തിന് കയറി വന്നവരെ വെടിവെച്ചല്ലടാ നിങ്ങൾ കൊന്നത്, വെടിവെച്ച്. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് കുടിയേറി പാർത്തവരെ മാന്യമായിട്ട് എയർപോർട്ടിൽ മീൻസ് വിലങ്ങ് വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി അടിച്ചിട്ട് അവരെ കൊണ്ട് വിട്ടിട്ട് അല്ല എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് കടത്തിയപ്പോൾ കുറ്റം പറയുന്നവരാണ് നിങ്ങൾ. കുവൈറ്റിലൊക്കെ നേഴ്സുമാരുടെ അവസ്ഥകളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടാകും. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചൊറിയുമ്പം അത് കൃത്യമായിട്ട് തെളിവ് സഹിതം വേണം വരാൻ.
മനസ്സിലായോ? അതുകൊണ്ട് ഊള കമൻറ്റുകൾ ദയവേദി ഇടലിൽ. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അവർ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നതല്ല. അവരെ ഉപദ്രവിച്ചാൽ, അവരെ ചൊറിയാൻ നിന്നാൽ അവർ കയറി മാന്തും. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതേ ഇസ്രയേലിലെ ഹമാസിലെ മറ്റേ ഇസ്രയേലുകളെ വിട്ടുകൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കയറി ചൊറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു 1.5 ചൊറിച്ചിലായിരിക്കും. പതുങ്ങിയിരിക്കുന്നത് വെറുതെ അല്ല. അപ്പോൾ പറഞ്ഞു വന്നത് കമൻറ്റോളികൾ, ഫേക്കോളികൾ. നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ, ഓരോ കമൻ്റ് ഇടുമ്പോഴും നിങ്ങളുടെ തന്തയും തള്ളയുടെയും മുഖവും പെങ്ങന്മാരുണ്ടെങ്കിൽ അവരുടെ മുഖവും ഒന്ന് ഓർത്തു വെക്കുക. എന്നിട്ട് അമ്മയും മകളെയും കാണുന്ന രീതിയിൽ, തിരിച്ചറിയുന്ന രീതിയിൽ, ബഹുമാനിക്കുന്ന തരത്തിൽ കമൻ്റ് ഇടുക. നിൻ്റെയൊക്കെ സഹോദരന്മാരും കയറി വന്നാൽ നീയൊക്കെ ഇങ്ങനെ പറയുമോടാ അപരാധികളെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ലടോ കേട്ടോ. അതുകൊണ്ട് കുരയ്ക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ അത് തിരിച്ചു കടിക്കുന്ന പട്ടികളുടെ മുന്നിലാവരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏജൻറ്റുമാർ ഒക്കെ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് കിടന്നു കൊടുക്കണം, അവർക്ക് മറ്റേത് കൊടുക്കണം, മാട കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചില കമൻസ് വരുന്നുണ്ട്. എടാ നാറി, ഈ കമൻ്റ് ഇടുന്നമാരോടാ, നിനക്കുള്ള തന്തയും തള്ളയും പോലെയാണ്, നീ വളർന്നു വന്ന പോലെയാണ്, അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും പോയി കിടന്നു കൊടുത്തിട്ടാണ് നീയൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഈ മലദ്വാർ ഗോൾഡ് വഴി ഉണ്ടാക്കിയ സമ്പാദ്യം എന്ന രീതിയിലാണ് നീയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാവരും അങ്ങനെയല്ല. കുടുംബത്തിൽ പിറന്ന് തന്തയ്ക്കും തള്ളയ്ക്കും പിറന്ന് ചോദിക്കാനും പറയാനും ആങ്ങളമാരും പെങ്ങന്മാരൊക്കെ ഉള്ളവരൊക്കെ തന്നെ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇത് ഡിജിറ്റൽ യുഗമാണ്. ആര് എവിടെ എങ്ങനെ ജോലി ചെയ്യുന്നുവെന്നും വിസ എന്താണെന്നും ഒക്കെ തിരിച്ചറിയാനുള്ള കാപ്പബിലിറ്റിയും കപ്പാസിറ്റിയും അക്ഷരാഭ്യാസമുള്ള നല്ല കുടുംബത്തിൽ പിറന്നവരാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അവരെയാണ് നിന്നെപ്പോലുള്ള നാറികൾ വന്നിട്ട് ഊളക്കമൻ്റ് ഇട്ടുകൊണ്ട് തൊലിക്കാൻ നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് ഇത്രയും പറയണമെന്ന് തോന്നാൻ കാരണം എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ നിൻ്റെയൊക്കെ പണിക്ക് പോവുക. നീയൊക്കെ എത്ര ജൂതവിരോധം വെച്ചിട്ട് ഇസ്രായേലിന് തകർക്കാൻ നോക്കിയാലും ഇസ്രായേൽ മലയാളികൾക്കിടയിലോട്ട് ഇതുപോലെയുള്ള ആരോ പോയി ജോലി ചെയ്യരുതേ, അയ്യോ ഇങ്ങോട്ട് ജോലിക്ക് വരരുതേ, കടന്നു കൊടുക്കേണ്ടി വരുമേ എന്നൊക്കെ പറയുന്ന നാറിയ ഊമ്പിയ ചെറ്റ കമൻറ്റ് ഇതൊക്കെ നിർത്തിക്കൂടെ? നിർത്തിക്കൂടെ? എല്ലാവർക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ടടാ. നീയൊക്കെ എന്താ വിചാരിച്ചു, ഈ സൗദിയിലോ മറ്റിടത്തോ കുവൈറ്റിലോ ഒക്കെ ജോലിക്ക് വിടുമ്പം, നിൻ്റെയൊക്കെ മറ്റിടത്തോട്ടൊക്കെ ജോലിക്ക് വിടുമ്പോൾ അവിടെയൊക്കെ ഓരോരുത്തർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇങ്ങോട്ട് കുവൈറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നുണ്ട്, ചേട്ടാ ഞങ്ങൾക്ക് ഇവിടെ ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പേഷ്യൻ്റെ അടുത്തുനിന്ന് മാറാൻ ഭക്ഷണം കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, ഞങ്ങളുടെ ഏജൻറ്റ് പറ്റിച്ചു, ഞങ്ങളുടെ ഏജൻറ്റ് തൊലിച്ചു എന്നൊക്കെ പറഞ്ഞ് പല കോൾസ് വരുന്നുണ്ട്. നിൻ്റെയൊക്കെ കുവൈറ്റിലും സൗദിയിലും കോടതിയൊക്കെ ജോലി ചെയ്യുന്നവരാ. ആട് ജീവിതം ഉണ്ടായത് ഇസ്രയേലല്ല. ആട് ജീവിതം എന്ന സിനിമയുടെ പിന്നാമ്പുറം ഉണ്ടായത് ഇസ്രയേലല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇസ്രയേൽ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ വരാനും പോകുന്നില്ല. മനസ്സിലായോ? കാരണം ഇവിടെ ഒരു PIBയുടെ സംവിധാനത്തിൽ, നിയമ സംവിധാനത്തിൽ ഇസ്രയേലിലുള്ളവർക്കും ഇസ്രയേൽ ജോലി ചെയ്യുന്നവർക്കും സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം വെച്ചുകൊണ്ട് അതേപോലെ മുന്നോട്ട് പോകുന്ന ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഉൾപ്പെടെ എല്ലാ വർഗത്തിലുള്ളവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നീയൊക്കെ പണ്ടത്തെ പോലെ തന്നെ ജ്യൂസ് നിരോധിക്കുമോ അല്ലെങ്കിൽ ഈത്തപ്പഴം നിരോധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയപ്പം മ്യൂസിക് ഇട്ടുകൊണ്ട് നിങ്ങളുടെ ആൾക്കാരെ അങ്ങോട്ട് ഉദ്ധരിപ്പിക്കുക. അല്ലാതെ വന്നിട്ട് മാന്യമായിട്ട് ഏജൻസി വർക്കും ഏജൻറ്റ് ജോലിയും ചെയ്യുന്നവരുടെ അണ്ണാക്കിലോട്ട് വന്നിട്ട് കിടന്നു പടുന്നു എന്നൊക്കെ പറഞ്ഞ് വന്ന കോപ്പ ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. ഇനി നീയൊക്കെ ഇട്ട കമൻറ്റ്, പല കമൻസിൻ്റെയും താഴെ പോകുമ്പം ഫേക്ക് അക്കൗണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിരോധിച്ചാൽ അല്ലെങ്കിൽ ആ കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അന്നേരം കുറേ ഫേക്കോളുകൾ വന്നിട്ട് കമൻ്റ് ഇടുന്നവർക്ക് നേരെ പോയിട്ട് അവരുടെ മെയിൽ ID കയറിയിട്ട് ഭയങ്കര വിരട്ടലും കാര്യങ്ങളൊക്കെയാണ്. ആർക്കും കമൻ്റ് ഇടണ്ട എന്ന് പറയുന്നില്ല, കമൻറ്റുകൾ ഇട്ടോളൂ. ഈ കമൻറ്റുകൾ പകുതി നമ്മൾ വായിച്ചു നോക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു ലിമിറ്റുണ്ട് എന്തിനും. മനസ്സിലായോ? നമ്മൾ കൊണ്ടുവന്ന ഒരാളിൻ്റെ ഒരു നമ്പർ ഇട്ടാൽ, അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളിൻ്റെ ഒരു ഫോട്ടോ ഇട്ടാൽ, അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇട്ടാൽ അതിൻ്റെ താഴെ വന്നിട്ട് പറഞ്ഞു കൊടുത്ത് നീ നിൻ്റെ അമ്മയ്ക്കും നീ നിൻ്റെ തള്ളയ്ക്കും കിടന്നു കൊടുക്കുന്നുണ്ടോ? നിൻ്റെ തള്ളയും തന്തയും കിടന്നു കൊടുത്തുകൊണ്ടാണ് നീ ഉണ്ടായതെന്ന് വിചാരം ഉണ്ടാവണം. അതെല്ലാവരും അങ്ങനല്ല. മനസ്സിലായോ? കിടന്നു കൊടുക്കേണ്ടവർക്ക് കിടന്നു കൊടുത്തിട്ടാണ് നിന്നെപ്പോലുള്ളവർ ഉണ്ടായത് എന്ന് വിചാരിച്ചാൽ അവിടെ കൊണ്ട് കാര്യം കഴിയും. അല്ലാതെ നിൻ്റെയൊക്കെ കണ്ണ് മഞ്ഞയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കഞ്ഞും അതിൽ കൂടെ നോക്കിക്കൊണ്ട് ചുമ്മാ ഇങ്ങോട്ട് രോധിക്കാൻ വരരുത്.